നമസ്കാരം. ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഷ്യാവോ ചുൻ ചെൻ എന്നൊരാളുടെ കഥയാണ്. ഗൂഗിളിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഒരാൾ. അദ്ദേഹം പിന്നീട് തായ്ലൻഡിലേക്ക് മാറി ഇപ്പോൾ ആഴ്ചയിൽ കുറച്ചു മണിക്കൂറുകൾ മാത്രം ജോലി ചെയ്ത് ജീവിക്കുന്നു. ഇതിന് നമ്മൾ നോക്കുന്നത് ഉദ്ഘാടന സംവാദം ഗൂഗിൾ മുതൽ തായ്ലൻഡ് വരെ എന്നൊരു ലേഖനമാണ്. അപ്പോൾ ഒരു ജോലി പോയാൽ അത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ എങ്ങനൊരു പുതിയ തുടക്കമാക്കാം, ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാം, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ചെൻ ഗൂഗിൾ സിംഗപ്പൂരിൽ 8 വർഷം ജോലി ചെയ്തു. എന്നിട്ടാണ് തന്റെ 38ാം പിറന്നാളിന്റെ തലേന്ന് പിരിച്ചുവിടപ്പെട്ടത്. ഹോ, അതൊരു വലിയ ഷോക്കായിരുന്നിരിക്കണം അല്ലേ? തീർച്ചയായും. കമ്പനി അന്ന് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടാണ്. ശരിയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. 2008 ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായല്ലോ. ഓർക്കുന്നു. അറിയാമായിരുന്നു ഒരു ജോലിയും സ്ഥിരമല്ലെന്ന്. ഒരു മുൻകരുതലുണ്ടായിരുന്നു. അതെങ്ങനെ? സാധാരണ ജോലി പോയാൽ നമ്മൾ പുതിയ ജോലി തപ്പി ഇറങ്ങുകയല്ലേ ചെയ്യാ? അതെ. പക്ഷെ ചെൻ അങ്ങനെയല്ല ചെയ്തത്. അവിടെയാണ് വ്യത്യാസം. അദ്ദേഹം വർഷങ്ങളായിട്ടൊരു തയ്യാറെടുപ്പിലായിരുന്നു. കിട്ടുന്ന ശമ്പളത്തിന്റെ ഏകദേശം പകുതിയോളം. അതെ, പകുതിയോളം മിച്ചം പിടിച്ചിരുന്നു. ലളിതമായി ജീവിച്ചു. വരുമാനം കൂടിയപ്പോഴും ചെലവ് കൂട്ടിയില്ല. ഓഹോ. ആ മിച്ചം വന്ന പണം അത് വെറുതെ വെച്ചില്ല. സ്റ്റോക്കുകളിലും ബോണ്ടുകളിലും പിന്നെ ഈ ETF-കളിലുമൊക്കെ. ETF അതൊന്ന് വിശദീകരിക്കാമോ? ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. അതായത് പല ഓഹരികളുടെ ഒരു കൂട്ടം പോലെ. ഒറ്റയടിക്ക് പലതിലും നിക്ഷേപിക്കാൻ പറ്റും. കുറച്ചുകൂടി എളുപ്പമാണ്. ശരി. അപ്പൊ അങ്ങനെ നിക്ഷേപിച്ചോണ്ടേയിരുന്നു? അതെ, വർഷങ്ങളായിട്ട്. എന്നാലും ശമ്പളത്തിന്റെ പകുതി മാറ്റിവെക്കുക എന്ന് പറയുമ്പോ വലിയ ശമ്പളമുള്ള ജോലിയിൽ അത് ചെയ്യാൻ നല്ലൊരു അച്ചടക്കം വേണ്ടേ? അതെ, അതുതന്നെയാണ് പോയിന്റ്. വളരെ ശരിയാണ്. വരുമാനം കൂടുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതശൈലി മാറ്റാനൊരു താല്പര്യം വരുമല്ലേ? സാധാരണ അതാണല്ലോ കാണുന്നത്. ആ ഒരു പ്രലോഭനത്തെ അദ്ദേഹം നിയന്ത്രിച്ചു. അതുകൊണ്ട് തന്നെയാണ് ജോലി പോയ സമയത്ത് ഏകദേശം $2 മില്യൺ ആസ്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. $2 മില്യൺ? അതെ. ഇത് ലോട്ടറി അടിച്ചതല്ല. അല്ല, തീർച്ചയായും. വർഷങ്ങളായുള്ള സാമ്പത്തിക അച്ചടക്കം, കൃത്യമായ നിക്ഷേപം, അതിന്റെയൊക്കെ ഫലമാണ്. അപ്പോ ഈ ഒരു സാമ്പത്തിക ബലമുള്ളതുകൊണ്ട് അദ്ദേഹം പിന്നെ പുതിയ ജോലിക്ക് പരക്കം പാഞ്ഞില്ല. ഇല്ല, അതാണ് രസം. പകരം 2024 നവംബറിൽ അദ്ദേഹവും ഭാര്യയും കൂടി സിംഗപ്പൂർ വിട്ടു, നേരെ തായ്ലൻഡിലേക്ക്. അതെ, ചിയാങ് മൈയിലേക്ക്. അവിടെ സിംഗപ്പൂരിനെ അപേക്ഷിച്ച് ചിലവ് കുറവാണല്ലോ. വളരെ കുറവാണ്. അവിടെ നല്ല സൗകര്യങ്ങളുള്ള സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ഈ കോവർക്കിംഗ് സ്പേസ് ഒക്കെയുള്ള ഒരു കോണ്ടോയിലാണ് താമസം. അതിന്റെ വാടക എത്രയാണോ? മാസം വെറും $450. അത്ഭുതം തന്നെ. അവരുടെ ഒരു മാസത്തെ മൊത്തം ചെലവ്. സിംഗപ്പൂരിലേക്ക് ആഴ്ചതോറും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അതെല്ലാം കൂട്ടിയിട്ട് പോലും ഏകദേശം $1,500 ആകുന്നുള്ളൂ. $1,500 സിംഗപ്പൂരിലെ ചെലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല. അതെ. അപ്പോ ഈ $1,500 കണ്ടെത്താൻ അദ്ദേഹം എന്ത് ജോലിയാ ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അതാണ് അടുത്ത ചോദ്യം. ആഴ്ചയില് വെറും 3 മണിക്കൂർ. 3 മണിക്കൂർ? അതെ. സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയില് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നു. അത്രമാത്രം. ആഴ്ചയിൽ 3 മണിക്കൂർ ജോലി ചെയ്ത് ജീവിക്കുന്നു. വിശ്വസിക്കാൻ പ്രയാസം. അതിൽ നിന്ന് ഏകദേശം $1,500 മുതൽ $3,000 വരെ മാസവരുമാനം കിട്ടുന്നുണ്ട്. ഓഹോ. ഇതിനൊരു പേരുണ്ട്, ജിയോഗ്രാഫിക്കൽ ആർബിട്രേജ്. അതെന്താണ്? അതായത് ശരി, സിംഗപ്പൂർ ഡോളർ പോലെ മൂല്യമുള്ള കറൻസിയിൽ വരുമാനമുണ്ടാക്കുക. ശരി. എന്നിട്ട് തായ്ലൻഡ് പോലെ ജീവിത ചിലവ് കുറഞ്ഞ ഒരു സ്ഥലത്ത് ജീവിക്കുക. ആ ഒരു വ്യത്യാസം, അതാണ് അദ്ദേഹത്തിന്റെ നേട്ടം, സാമ്പത്തിക നേട്ടം. കൊള്ളാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രീതി ഇതായിരുന്നു: 1, വരുമാനം കൂട്ടുക, ഗൂഗിളിലെ പ്രമോഷനൊക്കെ വാങ്ങി ശമ്പളം കൂട്ടി. 2, ചിലവ് കുറയ്ക്കുക. 3, മിച്ചം വരുന്നത് നിക്ഷേപിക്കുക. കൃത്യം. ഇപ്പോൾ പഠിപ്പിക്കുന്നതിന് പുറമെ വേറെയും വരുമാനമുണ്ടെന്ന് തോന്നുന്നു. കോച്ചിങ് ചെയ്യുന്നുണ്ട്. അതെ, കോച്ചിങ്. മണിക്കൂറിന് $500 വരെ വാങ്ങുന്നുണ്ട്. പിന്നെ ഒരു യൂട്യൂബ് ചാനലും, ദ 9 to 5 മില്യനെയർ മൈൻഡ് സെറ്റ്. അതെ. എല്ലാം കൂടെ ആഴ്ചയിൽ ആകെ ഒരു 4 മുതൽ 8 മണിക്കൂർ വരെ ജോലിയുള്ളൂ. അതെ, ആ പഴയ തിരക്കിട്ട കോർപ്പറേറ്റ് ജീവിതത്തിൽ നിന്ന് എത്ര വ്യത്യാസമല്ലേ? ശരിക്കും. ഇപ്പോൾ ഭാര്യയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും അവിടുത്തെ മാർക്കറ്റിൽ പോകാനും തായ്ലൻഡിലെ ജീവിതം ആസ്വദിക്കാനുമൊക്കെ സമയം കിട്ടുന്നു. ജീവിതം ആസ്വദിക്കുന്നു. പക്ഷേ ഇതിനൊരു മറുവശമുണ്ടാകില്ലേ? എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ? തീർച്ചയായും. എപ്പോഴും എല്ലാം ഗുണങ്ങൾ മാത്രമായിരിക്കില്ലല്ലോ. ആ പഴയ കോർപ്പറേറ്റ് ജോലിയുടെ ഒരു ചിട്ടയും ഒരു ഘടനയുമൊക്കെ ചിലപ്പോൾ മിസ് ചെയ്യാറുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ശരിയാണ്. പിന്നെ എല്ലാ ആഴ്ചയും സിംഗപ്പൂരിലേക്കുള്ള യാത്ര
അത് ചിലപ്പോൾ മടുപ്പിച്ചേക്കാം. അതും ശരിയാണ്. ഏറ്റവും പ്രധാനം, സ്വയമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് സ്വയം ഒരു അച്ചടക്കം വേണം. ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത അവസ്ഥയിൽ മടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതെ, അത് വലിയൊരു വെല്ലുവിളിയാണ്. എന്നാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങൾക്കാണ് മുൻതൂക്കം. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ജോലി പോയപ്പോഴാണ് താൻ എത്രത്തോളം സാമ്പത്തികമായി സ്വതന്ത്രനായിരുന്നു എന്ന് ശരിക്കും തിരിച്ചറിഞ്ഞതെന്നാണ്. അതൊരു പ്രധാന പോയിന്റാണ്. അപ്പൊ ഇത് വെറുതെ നേരത്തെ റിട്ടയർ ചെയ്ത കഥയല്ല, അല്ലെങ്കിൽ ജോലി പോയപ്പോൾ ഒളിച്ചോടിയതുമല്ല. അല്ല. ആഹചര്യങ്ങളെ ഒരു പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റിയതിന്റെ കഥയാണ്. ജീവിതം വീണ്ടും പ്ലാൻ ചെയ്തുണ്ടാക്കിയതിന്റെ കഥ. ഇത് നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണല്ലേ? തീർച്ചയായും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു അപ്രതീക്ഷിത പ്രതിസന്ധി വന്നാൽ അതൊരുപക്ഷെ നിങ്ങൾ കാണാത്ത ചില സാധ്യതകളിലേക്കുള്ള വാതിലായിരിക്കുമോ? അങ്ങനെ വന്നാൽ ഇതുപോലൊരു മാറ്റത്തിന്, ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾ തയ്യാറാകുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ശീലങ്ങൾ നിങ്ങളെ അതിനനുവദിക്കുമോ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഷാവു ചുൻ ചെന്നിന്റെ ഈ അനുഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചർച്ച ഇവിടെ നിർത്തുകയാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയ ചില ചിന്തകൾ നൽകിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. സാമ്പത്തിക ആസൂത്രണം, ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ, ഇവയൊക്കെ എത്ര ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഒന്നുകൂടി ഓർക്കാൻ ഇത് സഹായിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ ചിന്തകൾ, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ആഴത്തിൽ സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വിഷയങ്ങൾ, പ്രചോദനം തരുന്ന കഥകൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതാം. The Open Mic Podcast@gmail.com. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട്. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം. അതുവരെ ജിജ്ഞാസയോടെ ഇരിക്കുക, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക.